ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 31-ാം വാക്യം. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. സ്നേഹമുള്ളവരെ, സ്വാർത്ഥത നിറഞ്ഞ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? നമ്മളൊക്കെ സ്നേഹിക്കാറുണ്ട്. എന്തിനു വേണ്ടിയാണ് നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരിൽ നിന്ന് നന്മ കിട്ടണം, മറ്റുള്ളവരിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹിക്കുന്ന സ്വാർത്ഥത നിറഞ്ഞ ഒരു ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നോട് പറയുകയാണ്, നാം എങ്ങനെയാണ് മറ്റുള്ളവരെ നീ നിന്നെയല്ല സ്നേഹിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് നിനക്ക് സാധിക്കണം. നീ നിനക്ക് വേണ്ടി ഒത്തിരിയേറെ കാര്യങ്ങൾ ത്യാഗം ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ നീ മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ട് നിന്റെ ജീവിതത്തിൽ തയ്യാറാവുന്നുണ്ടോ? ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് എപ്പോഴാണ്? എനിക്ക് അവരിൽ നിന്ന് ഒരു നേട്ടമുണ്ടാകുമ്പോൾ. ഞാൻ ഓരോ വ്യക്തിയോട് വർത്തമാനം പറയുമ്പോഴും പലപ്പോഴും എൻ്റെ ചിന്ത എന്ന് പറയുന്നത് എനിക്ക് അവരിൽ നിന്ന് എന്ത് കിട്ടും? സ്വാർത്ഥത നിറഞ്ഞ ലോകം. അവരെ എൻ്റെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുക, ഉപയോഗത്തിന് ശേഷം വലിച്ച് എറിയുക. നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സംസ്കാരം, നമ്മൾ പല വസ്തുക്കളും ആ രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ടല്ലേ. പണ്ട് കാലങ്ങളിൽ ഒരു പേന നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മഷി തീർന്നു കഴിഞ്ഞാൽ അടുത്ത റീഫില്ല് ഉപയോഗിക്കുമായിരുന്നു. ഇന്നങ്ങനെ ഉപയോഗിക്കാറില്ല. പേന ഉപയോഗിച്ചു, മഷി തീർന്നാൽ വലിച്ച് ദൂരേക്ക് എറിയുകയാണ്. ഇതേ സംസ്കാരം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഓരോ വ്യക്തിയോടും ഞാൻ വർത്തമാനം പറയുമ്പോൾ എനിക്ക് അവരിൽ നിന്ന് അല്ലെങ്കിൽ അവളിൽ നിന്ന് എന്താണ് ലഭിക്കുക? ഈ ഒരു ചിന്തയോടുകൂടി സ്വാർത്ഥത നിറഞ്ഞ് മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. സ്നേഹമുള്ളവർ, ഈ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ ഈശോ എന്നെ ഓർമ്മപ്പെടുത്തുക. നീ എങ്ങനെയാണ് മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത്? നിന്നെ പോലെ സ്നേഹിക്കണം. നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് എനിക്ക് ആ സ്നേഹമാണ് യഥാർത്ഥ സ്നേഹമെന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും ആരെയും ഞാൻ വേദനിപ്പിക്കത്തില്ല. പലപ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിൽ നിന്ന് ഈ ഒരു സ്വാർത്ഥത കൂടി വന്നിട്ട് ഈ ഒരു ചിന്തയൊക്കെ മാറിപ്പോയിട്ടുണ്ട്. ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നില്ല, എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സ്നേഹിക്കുന്ന വ്യക്തി. ഞാൻ എന്നെ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, അല്ലേ? എൻ്റെ ശരീരത്തെ, എൻ്റെ മനസ്സിനെ സ്നേഹിച്ചുകൊണ്ട് പല കാര്യങ്ങൾ ത്യാഗമേറ്റെടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അപരനെ സ്നേഹിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. എന്നെപ്പോലെ അപരനെ സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിക്കുമ്പോഴാണ് എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ എനിക്ക് വിലയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്ത ഒരുവനും ഒരിക്കലും ദൈവത്തെ സ്നേഹിക്കാനായിട്ട് പറ്റത്തില്ല. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാം. സ്വാർത്ഥത നിറഞ്ഞ സ്നേഹമല്ല, മറിച്ച് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാനായിട്ട്, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ അതേപോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുക. മറ്റുള്ളവരിൽ ദൈവത്തെ കണ്ടുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.